അപ്പോൾ പള്ളി കാണുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് വേറെ സംഭവം കാണിച്ചു തരാം. നമുക്ക് നിങ്ങൾ നേരെ നോക്കി നേരെ കാണുന്ന അത് കണ്ട് നിങ്ങൾ അവിടെ നിന്നാണ് കേട്ടോ ഉരുൾ പൊട്ടി വന്നിട്ടുണ്ടായിരുന്നത്. ആ മലയുടെ അത്രയും ലോങ് ഏകദേശം ഒരു 5 കിലോമീറ്റർ അപ്പുറം ഉണ്ടാവും. ഇത്രയും ലോങ് എന്ന് വെള്ളം ഈ പള്ളിയുടെ ഈ റൂമിൻ്റെ അകത്ത് കിടന്ന ഉസ്താദിനെ കൊണ്ട് പോയി. ഓക്കെ, നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുമോ, അതിൽ ഗസ് ചെയ്യാൻ പറ്റുമോ? നമ്മളൊക്കെ ഒരു ജീവിതം കൊണ്ട് ഏകദേശം ഒരു 40-50 വർഷം കൊണ്ട് നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സ്വത്തുക്കളെല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് അതങ്ങോട്ട് നഷ്ടപ്പെട്ടു പോകാമെന്ന് പറയുമ്പോൾ അതിൻ്റെ വേദന എത്ര ആയിരിക്കും അല്ലേ? അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് കേട്ടോ. നമ്മുടെ ഹായ്. അപ്പോൾ ഞാനെന്നുള്ളത് ഒറ്റ രാത്രി കൊണ്ട് ഒരു നാടിന് എല്ലാം നഷ്ടമായ ആ ഒരു സ്ഥലത്താണ് കേട്ടോ. നമ്മളെല്ലാവരും ഒരുപാട് സങ്കടത്തോടെ കേട്ടിരുന്ന ആ ഒരു വാർത്ത, അതായത് നമ്മുടെ ചൂരൽമല മുണ്ടക്കൈ ഭാഗത്ത് ഞാനിപ്പോൾ ഉള്ളത് ആ പള്ളി ഉണ്ടാവും. ഈ പള്ളി നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഒരുപാട് ആൾക്കാർ വീഡിയോ കണ്ട് കരഞ്ഞ ഒരു പള്ളിയാണ്. അതായത് ഒരു ഉസ്താദിൻ്റെ ആ ഒരു കഥ അല്ലേ, നമ്മളെല്ലാവരും കേട്ടതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഈ ചൂരൽമലയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളതാണ്. അന്ന് നമ്മൾ കണ്ടപ്പോൾ ഇവിടെ ഒന്നും തന്നെ ബാക്കി ഉണ്ടായിരുന്നില്ല. ഇന്നും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് അന്നത്തേക്കാട്ടിലും സങ്കടം തോന്നും. കാരണം ഈ ഒരു ഭാഗത്തേക്ക് ഇപ്പോൾ ആരും വരുന്നില്ല, ഈ ഭാഗം ആരും നോക്കുന്നില്ല, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇന്നത്തെ ചൂരൽമലയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങുന്നത് ഈ ഒരു പള്ളിയുടെ അടുത്ത് വെച്ചിട്ടാണ്. ഈ കല്ല് എല്ലാവർക്കും അറിയില്ലേ, അന്ന് അവിടുന്ന് ഉരുണ്ട് വന്ന കല്ലാണിത്. അതുപോലെ തന്നെ ഈ പള്ളിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയം തന്നെയാണ്. അതായത് അന്ന് ഒരുപാട് രക്ഷാപ്രവർത്തകർ വന്നിട്ട് ഒരുപാട് ക്ലീൻ ചെയ്ത പള്ളിയാണ്. പിന്നീട് ആരും ഇതിങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്ന് തന്നെ പറയാം. നിസ്കാരം പോലും നടക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ആ പള്ളിയുടെ അവസ്ഥ നമുക്ക് ഫസ്റ്റ് കണ്ടു വെക്കാം. കാരണം ഈ പള്ളിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും നമ്മൾ ഈ വാർത്ത കേട്ട് കരഞ്ഞതാണ്. ഈ പള്ളിയിൽ ജോലി ചെയ്യുന്ന ഇമാമിനോട് രാത്രി മാറാൻ പറഞ്ഞിട്ട് പോലും തൻ്റെ മക്കൾ പഠിക്കുന്ന അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന മക്കൾ ഇവിടെ ഉള്ളിടത്തോളം കാലം ഞാനിവിടുന്ന് മാറൂല എന്ന് പറഞ്ഞ് ഇവിടെ തന്നെ അന്ന് രാത്രി അന്തിയിറങ്ങിയ ഉസ്താദ് പിന്നീട് ഈ ഭാഗത്ത് ഉസ്താദ് കിടന്നത് ഈ ഭാഗത്ത് ഈ റൂമിൻ്റെ അടുത്തായിരുന്നു. ഇതടക്കം ആ വെള്ളം എടുത്ത് കൊണ്ടുപോയി, ഉസ്താദിനെ അടക്കം കൊണ്ടുപോയി. അങ്ങനെ ഏതായാലും അങ്ങനെ വലിയൊരു വാർത്തയായിരുന്നത്. ഇപ്പോൾ ഈ പള്ളിയുടെ അവസ്ഥ നോക്കി നിങ്ങൾ, ആകെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇതിനകത്ത് കുഴപ്പമൊന്നുമില്ല, വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കണ്ടോ? നമുക്ക് പള്ളീനകത്തേക്കൊന്ന് കയറി വെക്കാം. അപ്പോൾ പള്ളി കാണുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് വേറെ സംഭവം കാണിച്ചു തരാം. നമുക്ക് നിങ്ങൾ നേരെ നോക്കി നേരെ കാണുന്ന അത് കണ്ട് നിങ്ങൾ അവിടെ നിന്നാണ് കേട്ടോ ഉരുൾ പൊട്ടി വന്നിട്ടുണ്ടായിരുന്നത്. ആ മലയുടെ അത്രയും ലോങ് ഏകദേശം ഒരു 5 കിലോമീറ്റർ അപ്പുറം ഉണ്ടാവും. ഇത്രയും ലോങ് എന്ന് വെള്ളം ഈ പള്ളിയുടെ ഈ റൂമിൻ്റെ അകത്ത് കിടന്ന ഉസ്താദിനെ കൊണ്ട് പോയി. ഓക്കെ, അതോടൊപ്പം തന്നെ ഇത് മിമ്പറായിരുന്നു ഈ പള്ളിയുടെ. ഇത് മിമ്പരിയായിരുന്നു, ഒരുപാട് ഖുതുബ നിർവഹിച്ച ഒരു മിമ്പരിയായിരുന്നു ഇത്. അതോടൊപ്പം തന്നെ നിലവിൽ ഈ പള്ളി ഇതാ ഇങ്ങനെയാണ് കേട്ടോ. അവിടെ നിസ്കാരം നടക്കുന്നുണ്ടോയെന്ന് അറിയാം, മേലേ ഭാഗത്ത് നിസ്കാരം നടക്കുന്നുണ്ടാവും. പക്ഷേ നമ്മുടെ ഹൗവൊക്കെ കാലിയാണത്. അന്ന് നമ്മൾ വന്നിരുന്ന സമയത്ത് അവർ പറഞ്ഞിരുന്നു മേലേ ഭാഗത്ത് നിസ്കാരങ്ങളൊക്കെ നടത്തും എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇനി എന്താണെന്ന് അറിയില്ല, മേലേ ഭാഗത്തേക്ക് പോകാനേ നമ്മൾ വഴി കാണുന്നില്ല. എന്തായാലും നമുക്ക് ഇവിടുത്തെ പുറത്തെ വിശേഷങ്ങൾ എന്താ നോക്കാം. ഈ നിൽക്കുന്ന കോൺക്രീറ്റിന് വലിയൊരു കട്ട കണ്ട നിങ്ങൾ, ഏകദേശം ഒരു റൂമിനെക്കാട്ടിലും വലിപ്പമുണ്ട്. നമ്മൾ സാധാരണ വലിയ റൂമുണ്ടല്ലോ, ആ റൂമിനെക്കാട്ടിലും വലിപ്പമുള്ളൊരു കോൺക്രീറ്റ് കട്ടയാണത്. ഈ കട്ട അങ്ങ് അവിടെ ഒരു പാലുണ്ടായിരുന്നു, ആ പാലം തകർന്നിട്ട് അവിടുന്ന് ഒലിച്ച് വന്നിട്ട് ഈ പള്ളിയുടെ ഇവിടെ വന്നാണിത്. അതായത് അത്രയും ശക്തിയിൽ വെള്ളം വന്നിട്ട് ഈ ഈ ഒരു കോൺക്രീറ്റ് ഭിത്തിയും കൊണ്ട് വരാൻ അത് ആ വെള്ളത്തിന് കഴിയുന്നുണ്ടെങ്കിൽ പിന്നെ എന്തൊക്കെ സാധിക്കുമെന്ന് നിങ്ങളൊന്ന് ഊഹിച്ചാൽ മാത്രം മതി. ഇതുണ്ടോ ആ വണ്ടിയൊക്കെ അതുപോലെ തന്നെ കേട്ടോ. പിന്നെ ഇവിടെ ഒരു വർക്കും നടന്നിട്ടില്ല എന്ന് തോന്നുന്നു. എന്നാലും നമുക്ക് ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. മുണ്ടക്കൈ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ വയനാടിൻ്റെ മുഖം തന്നെ മാറ്റാൻ കഴിയുന്നൊരു സ്ഥലമായിരുന്നു ഇത്. ശരിക്കും പറഞ്ഞാൽ ഇത് തകർന്നില്ലായിരുന്നെങ്കിൽ ഇവിടെ ഈ ഒരു വയനാട്ടിലെ ഏറ്റവും ഭംഗിയുള്ളൊരു നാട് ഇത് മാത്രമായിരുന്നു. പക്ഷേ എല്ലാം നിമിഷ നേരം കൊണ്ട് തകർന്നു പോയി. ഇവിടെ കണ്ട നിങ്ങൾ ഈ ബിൽഡിങ്ങുകളൊക്കെ അതേപോലെ തന്നെ ഒക്കെ കാട് പിടിച്ച് കിടക്കുക കേട്ടോ. ഇവിടെ ഒരു കാര്യവും നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെയൊക്കെ അന്ന് ഫുള്ളായിട്ട് വൃത്തിയാക്കിയിട്ടതായിരുന്നു സംഗതി.
അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഈ മുണ്ടക്കൈ ഭാഗത്തു നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ട, അതായത് കുടുംബങ്ങളും വീടുകളൊക്കെ ഒലിച്ചു പോയിട്ടുള്ള ഒരു സ്ഥലത്താണ്. അതായത് ഈ പറഞ്ഞ പോലെ മുണ്ടക്കൈയിലെ ഏറ്റവും ഭംഗിയുള്ള ആ ഒരു മിനി എന്താ പറയുക, സ്വിറ്റ്സർലൻഡിൽ നിന്നൊക്കെ ആൾക്കാർ വിളിച്ച് വന്നിരുന്ന ഒരു സ്ഥലം. എന്തായാലും ആ സ്ഥലത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കൂടെ ഒന്ന് കണ്ടു നോക്കി നിങ്ങൾ. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടോ ഇങ്ങനെ കാണുമ്പോൾ ആ ഭാഗത്ത് അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരിക. അവിടെയൊക്കെ ഇത്രയും ഭാഗങ്ങളുണ്ടോ ഫുള്ള് തരിശ് ഭൂമിയൊക്കെ കിടക്കണം. അവിടെ നിൽക്കുന്ന ഓരോ നിങ്ങൾ കാണുന്ന ഓരോ പാറകളും ഓരോ വീടിൻ്റെ അത്രയും വലിപ്പമുണ്ട്. ഞാൻ അടുത്തുനിന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരു വീട് എത്ര വലിപ്പമുണ്ട് അത്രയും വലിപ്പമുണ്ട് അവിടുത്തെ ഓരോ പാറകൾക്കും. അതുപോലെ തന്നെ ഈ വീടുകളുണ്ടെങ്കിൽ ഒക്കെ പുതിയ ഈ അപകടം നടക്കുന്ന സമയത്ത് ഇതൊക്കെ പുതിയ വീടുകളായിരുന്നു, പുതുതായിട്ട് നിർമ്മിച്ച് അവർ താമസത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കണ്ടോ ഈ ഭാഗം തേപ്പേ കഴിഞ്ഞിട്ടില്ലായിരുന്നു, പുതിയ വീടായിരുന്നു. അതോടൊപ്പം എൻ്റെ ഈ ഒരു ഭാഗത്താ ഇവിടെ ഭയങ്കര നല്ലൊരു വീട്, നല്ലൊരു ഭംഗിയുള്ളൊരു വീടുണ്ടായിരുന്നു. ആ വീടിൻ്റെ വീഡിയോ കിട്ടുകയാണെങ്കിൽ ഞാൻ അതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇത്രയും ഭംഗിയുള്ളൊരു വീട് ഈ ഭാഗത്തുണ്ടായിരുന്നു കേട്ടോ. 2 നില വീടായിരുന്നു. അതോടൊപ്പം തന്നെ ഇത്രയും വീടുണ്ട് അടുത്തടുത്ത്. ഈ വയനാടിൻ്റെ തന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർ നല്ല സൗഹൃദത്തിലും സാഹോദര്യത്തിലും ജീവിച്ചു പോരുന്നൊരു നാടാണിത്, ഈ ഒരു ഏരിയ. നോക്കി നിങ്ങൾ വീടിൻ്റെ ഒക്കെ അവസ്ഥ. ഇതിൻ്റെ അകത്തേക്ക് പോയി ഇപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട്. കാരണം നല്ല ജന്തുക്കളോ കാര്യങ്ങളോ ഉണ്ടാവും ചിലപ്പോൾ. അങ്ങനെ കുറേ കാലമായിട്ട് ഉപയോഗിക്കാതെ കിടക്കല്ലേ. അന്ന് ഞാൻ അതിൻ്റെ അതൊക്കെ പോയിരുന്നു കേട്ടോ. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. കാരണം ഇത്ര ഏരിയ മാത്രം നോക്കിയാൽ മതി ഇവിടുത്തെ ഒരു സംഭവം. വിജനമായൊരു ഏരിയ, ഒരു മനുഷ്യൻ പോലും ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഒരാൾ പോലും ഇല്ല ഇവിടെ. വീടൊക്കെ നോക്കി നിങ്ങൾ. പക്ഷേ ഈ വീടിനൊന്നും ഒരു കേടും പറ്റിയിട്ടില്ല കേട്ടോ. ഒരു തകരാറും കുറച്ച് വെള്ളം കയറി മണ്ണ് കയറി എന്നല്ലാതെ ഈ വീടുകൾക്കൊന്നും ഇപ്പോഴും ഒരു കേടും പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടോ. മുണ്ടക്കൈയിലെ ഏറ്റവും ടോപ്പിൽ. ഇവിടുന്ന് അങ്ങോട്ട് ആദിവാസി അവർ താമസിക്കുന്ന സ്ഥലമാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ആദിവാസികൾ താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ വരെ ഒരാൾ കാരണം എന്താ അറിയോ, ഞാൻ നിങ്ങൾക്ക് സംഭവം കാണിച്ചു തരാം. ഇപ്പോൾ ഈ വീഡിയോ ഉണ്ടോ, ഇതൊക്കെ അന്ന് പൂർണ്ണമായിട്ട് തകർന്നതാണ്. ഇതിൽ ഇനി ഒന്നും ബാക്കിയില്ല. കാരണം ഈ ഏരിയൊക്കെ ഫുള്ള് എടുത്ത് പോയി. പക്ഷേ അന്ന് ഇവിടെയൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പോൾ അത് ഫുള്ള് നമ്മൾ കണ്ടതായിരുന്നു ആ വീഡിയോസിലൊക്കെ. പക്ഷേ ഇപ്പോൾ നമുക്ക് അവിടെ കയറാനും ഒക്കെ പേടിയാണ്. കാരണം ഇവിടെ ആരും ഒരു മനുഷ്യൻ പോലും ഇല്ലാതെ നിൽക്കാൻ സമയമാണ് ഇപ്പോൾ. പിന്നെ ഈ ഒരു വീട് ഉണ്ട് നിങ്ങൾ, ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ട് വീട് എന്താണെന്നുള്ളത്? ഈ വീടിനൊരു പ്രത്യേകതയുണ്ട്. ഒരു പക്ഷേ ഒരുപാട് ആൾക്കാർ കണ്ണീരോടെ കണ്ടൊരു വീടാണ്. അതായത് ഈ വീട്ടിലെ മോനെ അവന് ഒരു വീഡിയോ ഒക്കെ എടുത്തു വെച്ചിരുന്നു ഈ മുണ്ടക്കൈയെക്കുറിച്ച്. നല്ല അടിപൊളി വ്ളോഗൊക്കെ ചെയ്ത് അത് വാർത്തയിലൊക്കെ വന്നിരുന്നു കേട്ടോ. അവൻ ഈ മുണ്ടക്കൈയെക്കുറിച്ച് ഒരു വ്ളോഗൊക്കെ ചെയ്തിങ്ങനെ പോയി തിരിച്ചു വന്ന് മൊബൈലോ എന്തോ എടുക്കാൻ വേണ്ടി മറന്ന് വന്നിട്ട് ഈ മൊബൈൽ എടുക്കാൻ വന്ന സമയത്താണ് അവനും ഈ ഇതിൽ പെട്ടുപോയത്. അവനും ഇവിടെ പെട്ടുപോയി. അങ്ങനെ അത് വലിയൊരു വാർത്തയായിരുന്നു. പക്ഷേ ആ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കി നിങ്ങൾ. ഞാൻ പറഞ്ഞേ നമുക്ക് ഇവിടെ ഈ റോഡിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഇപ്പോൾ ഈ വീട് കാണാൻ പറ്റുള്ളൂ. പക്ഷെ അന്ന് കറക്റ്റായിട്ട് നമുക്കിത് ഫുള്ള് കാണാമായിരുന്നു. അത്രയും കാട് പിടിച്ചു. ഇത് സംരക്ഷിക്കേണ്ട സമയം കഴിഞ്ഞു പോയി എന്ന് ഞാൻ പറയുന്നു. കാരണം നമ്മുടെ മന്ത്രി റിയാസേ ഇവിടെ വന്ന സമയത്ത്, ഇത് കാണാൻ വന്ന സമയത്ത് ഈ ഒരു സംഗതി, അതായത് ഈ ഒരു മുണ്ടക്കൈ ചൂരൽമല ഭാഗം ഞങ്ങൾ സംരക്ഷിക്കും, ഇതിനെ ഞങ്ങൾ എന്ത് ചെയ്യും, ഒരിക്കലും ഇതാക്കി കളയില്ല, അതായത് മുന്നിൽ വരുന്ന ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിലനിർത്തുന്നൊക്കെ പറഞ്ഞതിൻ്റെ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. ഒരുപാട് ഇൻ്റർവ്യൂസിലും ഒരുപാട് TV ന്യൂസിലൊക്കെ പറഞ്ഞ സംഗതിയായിരുന്നു. അന്ന് ആ വാക്ക് കേട്ട് കുറേ ആൾക്കാരെ നല്ല സന്തോഷിച്ചു. കാരണം ഇത് സംഭവം ശരിയാണ്, ഇത് നിലനിർത്തേണ്ട സംഗതി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ആ വാക്കും പഴയ ചാക്കും ഒരുപോലെ എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു ഏരിയ കാണുമ്പോൾ കാട് പിടിച്ച് കിടക്കുകയാണ്. എന്നാൽ ഇതൊക്കെ റെഡിയാക്കി എടുക്കാൻ എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. അത് മാത്രമല്ല, ഇനി റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ തന്നെ അത് എങ്ങനെയാണെന്നും കൂടി നോക്കണമല്ലോ. അപ്പോൾ ശരിക്കും ഇത് ഇപ്പോഴേ തുടങ്ങിയാലാണ് ഇത് നിലനിൽക്കുള്ളൂ. കാരണം ഇപ്പോൾ ഒരുപാട് വീടുകൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നോക്ക് ഈ വീടൊക്കെ, ഈ വീടൊന്നും ഒന്നും പറ്റി. പക്ഷേ ബാക്കൊക്കെ പോയിക്കണ്, ബാക്ക് ഭാഗം ഫുള്ള് പോയതാണ്. പക്ഷെ മുൻഭാഗം കാണുമ്പോൾ നമുക്ക് ഒരു വീട് നിൽക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യും. പക്ഷേ കാടും മുടി കൊണ്ട് അങ്ങനെ തോന്നും. പക്ഷേ ഈ വീടൊന്നും പറ്റില്ല കേട്ടോ. ഒരു പോറൽ പോലും പറ്റാത്ത ഈ വീടാണ്. ഈ സൈഡിലുള്ള വീടുകൾക്കൊന്നും പറ്റിയിട്ടില്ല. താഴെ വരെ പോകുമ്പോഴാണ് പ്രശ്നം കാണുക. അതെയോ എത്രത്തോളം സ്വപ്നങ്ങൾ കണ്ടിട്ട് ഉണ്ടാക്കിയ വീടായിരിക്കും അത്. കാരണം ഈ ഏരിയയിൽ ബിസിനസ് ഇങ്ങനെ വർദ്ധിച്ച് വരുമായിരുന്നു. അതായത് റിസോർട്ടുകളും അതോടൊപ്പം തന്നെ ചെറിയ ഹോം സ്റ്റേകളൊക്കെ ഒരുപാടുണ്ടായിരുന്ന സ്ഥലമാണിത്. അതായത് ഇവിടുത്തെ നാട്ടിലെ ആളുകൾ സന്തോഷത്തോടെ ജീവിച്ചിരുന്നൊരു കാലഘട്ടം. അതിനെ ഒറ്റ രാത്രി കൊണ്ടില്ലാതെയാക്കി. ആ പാറ കണ്ടോ, ആ പാറൻ്റെ മേലെ ഒരു പാറക്കല്ല് ഇരിക്കണമെങ്കിൽ അത് ആ വെള്ളം കൊണ്ടുവന്ന പാറക്കല്ലാണ് അന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അത്ര ഹൈറ്റിൽ, ഈ വീടിൻ്റെ ഹൈറ്റിൽ ആ വെള്ളം വന്നു. അതിൻ്റെ ശക്തി നോക്കണം നിങ്ങൾ. ഇപ്പോൾ ഈ വീടൊന്നിപ്പോൾ നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലായി. ആ റൂമിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിക്കുക. ഞാനിങ്ങനെ കയറി വന്ന സമയത്ത് ഒരു വീടിങ്ങനെ വാതിൽ തുറന്നിട്ടമാതിരി കണ്ടപ്പോൾ ഞാൻ വെറുതെ കയറി നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള സംഗതിയെ കാണിച്ചു തരാം. വാതിൽ ലോക്ക് ചെയ്യാതെ നിൽക്കുന്ന പ്ലേസ്. ഹാളിലേക്ക്
ക്ഷണിക്കപ്പെടാതെ വന്ന അതിഥിയെ പോലെ നിൽക്കുന്നൊരു പാറകല്ല് കണ്ടോ. ഇതിനകത്തേക്ക് കയറുമ്പോൾ അവിടെ നിന്നൊക്കെയാണ് വെള്ളം വന്നത്. ഇതൊരു റൂമായിരുന്നു കേട്ടോ, അതായത് ഹാള്. ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ബാത്റൂം ഉണ്ടാവും. ഹാളിൽ നിന്നുള്ള ബാത്റൂം ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഇതിനപ്പുറത്തേക്ക് റൂം ഉണ്ടാവും, അതൊക്കെ പോയി നോക്കില്ല. ഇത് അതുപോലെ തന്നെ ആളുകളെ തിരഞ്ഞിട്ട് ഒരു സംഭവമാണിത്. ആരെയും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടി തിരഞ്ഞ സ്ഥലം. ഇത് കിച്ചണ്. ഇതാണ് നമ്മൾ വിശാലമായ ഈ ഒരു സ്ഥലം. ഇവിടെയൊക്കെ ഒരുപാട് വീടുണ്ടായിരുന്നു കേട്ടോ. ഈ ഏരിയയിലൊക്കെ വീടുണ്ടായിരുന്നു. ഒരു വീട് നിലം പൊത്തി നിൽക്കുന്നത് കാണിച്ചാലും ഇതുണ്ടോ. ബാത്റൂം അത്യാവശ്യം നല്ല ബാത്റൂമാണ്. ഇവിടെ ഉണ്ടോ, ഇവിടെ ഒരു വീടുണ്ടായിരുന്നു നിലം പൊത്തി. അതിൻ്റെ മെയിൻ സ്ലാബാണ് കിടക്കുന്നത് കണ്ടോ. നേരെ താഴേക്ക് നോക്കുക, അവിടെയൊക്കെ ഒരു വലിയൊരു ഗർത്തം പോലെ ആയിക്കാണ്, കിടങ്ങ് പോലെ. അപ്പോൾ ഈ റോഡ് കണ്ടോ, ഈ റോഡ് ശരിക്കും നമ്മൾ ആ പള്ളിയില്ലേ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കണ്ട ഇൻട്രോ എടുത്തപ്പോഴുള്ള പള്ളി, ആ പള്ളിൻ്റെ അടുത്ത് നേരെ മുണ്ടക്കൈ ഈ നേരെ മേലേക്കുള്ള റോഡാണിത്. ഇത് ഷോർട്ട് കട്ടായിരുന്നു. ഇത് വണ്ടിയൊക്കെ പോകുന്ന റോഡ് തന്നെ ആയിരുന്നു. പക്ഷേ പിന്നെ തകർന്നപ്പോൾ ഇത് കൂടെയാണ് ഇപ്പോൾ വണ്ടിയൊക്കെ പോരുന്നത്. അതും റോഡ് നല്ല റോഡ് തന്നെയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ സംഭവം എന്താ വെച്ചാൽ നമ്മൾ ഓരോ പാറക്കല്ലും എത്രത്തോളം വലിപ്പമുണ്ടെന്ന് കാണണ്ടേ. ഇങ്ങനെയുള്ള പാറക്കെട്ടുകളാണ് ഓരോ വീടിൻ്റെ മുകളിലൂടെ ഉരുണ്ട് മറിഞ്ഞിട്ടാണ് ഈ സാധനങ്ങൾ വന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഈ സാധനം ഉരുണ്ട് വന്നുകൊണ്ടാണ് ഇവിടെയുള്ള പല വീടുകളും നശിച്ചു പോയത്. എല്ലാവരും പറഞ്ഞ് വെള്ളം ഒലിച്ചു പോയതല്ല, ഇങ്ങനത്തെ പാറകൾ വീടിൻ്റെ മേലോട് ഉരുണ്ട് വന്നാൽ. നോക്ക് ഈ പാറിൻ്റെ വലുപ്പം നോക്ക് നിങ്ങൾ. നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുമോ, അതിൽ ഗസ് ചെയ്യാൻ പറ്റുമോ? നമ്മളൊക്കെ ഒരു ജീവിതം കൊണ്ട് ഏകദേശം ഒരു 40-50 വർഷം കൊണ്ട് നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സ്വത്തുകളെല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് അതങ്ങോട്ട് നഷ്ടപ്പെട്ടു പോകാന്ന് പറയുമ്പോൾ അതിൻ്റെ വേദന എത്ര ആയിരിക്കും അല്ലേ. അതിൽ സ്വത്തുകൾ മാത്രമല്ല, സ്വത്ത് ഞാൻ പറഞ്ഞതിൽ എല്ലാം ഉണ്ട്. നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, നമ്മുടെ ഉമ്മ, നമ്മുടെ സ്വന്തം ഭാര്യ, എല്ലാവരും ഒരൊറ്റ നിമിഷം കൊണ്ട് പോകാമെന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് കേട്ടോ. നമ്മുടെ വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കയിലാണ് ഞാനുള്ളത് കേട്ടോ. അത് സംഭവിച്ചതിന് ശേഷം പിന്നെ ഒരു വർഷം 1.5 വർഷം കഴിഞ്ഞല്ലോ. അപ്പോൾ എന്തായാലും പിന്നീട് ഒരുപാട് മഴ പെയ്തിട്ട് ഇവിടെ മണ്ണൊലിച്ച് വന്നിട്ട് ഇവിടെ ഇപ്പോൾ അതൊരു ഗ്രൗണ്ട് പോലെയാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് കാണുന്നത്. നോക്ക്, ഒരു ഗ്രൗണ്ട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കാണുന്നത് കേട്ടോ. കുഴിയൊന്നും അധികം കാണുന്നില്ല, ഗർത്തങ്ങളൊന്നും കാണുന്നില്ല. പക്ഷെ അന്ന് ഈ ഭാഗം വന്ന സമയത്ത് അറിയാൻ പറ്റും, ഇവിടെ ഒരു ചാല് പോലെ ആയിരുന്നു. അവിടെ നിന്ന് വന്ന വെള്ളം. ഇവിടെ ഒരു മലയുണ്ട്, ഇവിടെ ഒരു മലയുണ്ട്. അതിൻ്റെ ആ മലയിൽ നിന്നാണ് വന്നത്. നോക്ക്, അതായത് വയനാട്ടിലെ സ്വർഗം എന്ന് എല്ലാവരും വിളിച്ചു പോകുന്നിരുന്നൊരു ഏരിയയും കൂടിയായിരുന്നു ഇവിടെ. കാരണം ഇവിടെ ഒരുപാട് ഈ ഒരു ഏരിയ എത്ര റിസോർട്ട് ഉണ്ടായിരുന്നു, ഒരുപാട് റിസോർട്ട്. നമ്മളന്ന് വന്ന സമയത്ത് നമ്മളിവിടെ സ്റ്റേ അടിക്കാനൊക്കെ വന്ന സമയം ഉണ്ടായിരുന്നു. അന്നൊക്കെ എന്തൊരു നല്ല ഭംഗിയായിരുന്നു ഇവിടെ, അറിയോ. ഇവിടെ അങ്ങനെ നല്ല ഈ ഒരു ഏരിയ ഉണ്ടെങ്കിൽ ഇതൊരു തായ്വാരം പോലെ ആയിരുന്നു. നമ്മൾ കാശ്മീരിലൊക്കെ കാണുന്ന പോലെ പച്ച പുതച്ചൊരു ഏരിയ ആയിരുന്നത്. ആ സ്ഥലങ്ങൾ ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഏരിയ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിലാണ് മനസ്സിലാകുക. കണ്ടോ, ഈ പാറക്കെട്ടുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പച്ച പുതച്ചൊരു ഏരിയ ആയിരുന്നു. സെൻറ്ററിലൂടെ റോഡും. ഇവിടെ ഇത്ര ഭാഗത്തും അധികം വീടൊന്നും ഇല്ലായിരുന്നു കേട്ടോ, വീട് കുറവായിരുന്നു. വീടിൻ്റെ ഏരിയ നമ്മൾ നേരത്തെ കണ്ട പോലെ ആ ഒരു ഏരിയ ആയിരുന്നു. എന്താ ചെയ്യലേ. അപ്പോൾ ഇതാണ് നിലവിൽ നമ്മുടെ മുണ്ടക്കൈ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണിക്കാൻ അവിടെ ഉണ്ട്. പക്ഷെ എന്താ പറയുക, അങ്ങോട്ട് പോകാൻ എനിക്ക് ചെറിയൊരു ഉൾഭയമുണ്ട്. കാരണം അവിടെ ഒരൊറ്റ മനുഷ്യരില്ല.